ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഒരു വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. എനിക്കും അതെ. വീട്ടിലെ ഡിസൈനിങ് കാര്യങ്ങൾ, വീടിൻ്റെ ഇൻറ്റീരിയറിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ടോപ്പിക്സിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പഴയ വീടുകൾ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അല്ലെങ്കിൽ പഴയ വീടാണ് പുതിയ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം, അതിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യണത്. ഇപ്പം ഞങ്ങളുടെ വീടിനെ പറയുകയാണെങ്കിൽ 35 വർഷത്തെ പഴക്കമുണ്ട്. നമ്മൾ വീട് അതിന് ശേഷം റിനോവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 15 കൊല്ലമൊക്കെ മുൻപ്. അപ്പോൾ നമ്മൾ ഫ്ലോർ ടൈൽസ് എല്ലാം മാറ്റി കിച്ചണിൽ റിനോവേഷൻ കാര്യങ്ങളും ചെയ്തു, റൂം എക്സ്ട്രാ എടുത്തു, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മളന്ന് ചെയ്തത്. പുതിയ ട്രെൻഡിങ് മോഡലിൽ അന്നത്തെ സമയത്ത് എന്തായിരുന്നു അതാണ് നമ്മൾ ചെയ്തത്. കുറേ ഡിസൈൻസ്, ഇൻറ്റീരിയർ ഡിസൈൻ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ കാലങ്ങൾ കഴിയും തോറും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ വീടിൻ്റെ ഡിസൈനിങ്ങിലായാലും ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് മാറ്റം വന്നൊരു സമയമാണ്. ഇപ്പോൾ ഒരുപാട് മോഡലിൽ വീടുകൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്, പുതിയ മോഡൽ കിച്ചണുകൾ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ വീടുകൾ യൂസ് ചെയ്യുന്ന അപ്പോൾ നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ അത് ഭയങ്കര ആഗ്രഹമായിരിക്കും, ഓക്കെ ഞങ്ങൾക്കും അങ്ങനത്തെ വേണം എന്നുള്ളത്. ഈ ട്രെൻഡിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ സമയത്ത് അത് ട്രെൻഡിങ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ ട്രെൻഡ് പോകുമ്പോൾ പുതിയ ട്രെൻഡുകൾ വരും. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വീട് പണിതവർക്കായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ പുതിയ ട്രെൻഡ് കാണുമ്പോൾ അയ്യോ ഈ സമയത്ത് പണിതാൽ മതിയായിരുന്നു, ഈ ട്രെൻഡുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായേനില്ലേ എന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് തന്നെ ഒരുപാട് സാധ്യതകൾ കാണാൻ നമുക്ക് അവസരമുണ്ട്. പണ്ടെന്ന് വെച്ചാൽ അങ്ങനെ കാണില്ല. തൊട്ടപ്പുറത്തുള്ള വീടുകളും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീടുകളും വഴി കൂടെ നമ്മൾ പോകുമ്പോൾ വീടിൻ്റെ ചില വീടുകളുടെ പുറം ഭാഗമൊക്കെ കാണുന്നല്ലാതെ വീടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇതൊന്നും കുറേ കാണാൻ നമുക്ക് അവസരങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വലിയ ആഗ്രഹങ്ങളും ഇല്ലായിരുന്നില്ല. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ വീഡിയോസിലൂടെ ആയാലും ലോങ് വീഡിയോസ് ആയാലും ഒക്കെ നമ്മൾ വീടിൻ്റെ ഹോം ടൂറുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ പലരുടെയും വീട് കാണുമ്പോൾ നമുക്കിങ്ങനെ ആഗ്രഹം തോന്നും, ഓക്കെ നമ്മുടെ വീട് ഇതുപോലെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വീടായിരുന്നെങ്കിൽ എന്നൊക്കെ എല്ലാവർക്കും തോന്നും കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ ചിന്തകളിലോട്ട് പോണതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അമിതമായിട്ട് ഇങ്ങനത്തെ ചിന്തകൾ കൺട്രോൾ ചെയ്യാനും പറ്റും. നമ്മുടെ വീടിനെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആദ്യത്തെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, പഴയ വീടായാലും നമുക്കൊരു വീടുണ്ടല്ലോ എന്നുള്ളതിൽ ആദ്യമായിട്ട് തന്നെ ദൈവത്തോട് നന്ദി പറയുക. കാരണം വീടില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ പലപ്പോഴും പല വീടുകളുടെയും വീഡിയോസൊക്കെ കാണുമ്പോൾ കുറേ പേരിങ്ങനെ എഴുതിയിട്ട് കാണാം, ഞങ്ങൾ വാടക വീട്ടിലാണ്, ഒരു വീട് വേണം ഞങ്ങൾക്ക്, ആ വീട് കിട്ടാനായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അങ്ങനെയൊക്കെ എഴുതിയിട്ട് പലപ്പോഴും കമൻറ്റ് കാണാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ നമുക്കൊരു വീടുണ്ടല്ലോ, താമസിക്കാൻ ഒരു വീടുണ്ടല്ലോ, വീടിന് ചിലപ്പോൾ ഭംഗി കുറയാം അല്ലെങ്കിൽ പഴക്കം വന്നിട്ടുണ്ടാകും, പക്ഷേ വീടുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ നന്ദി പറയുക. ആ വീടിനെ അപ്പോൾ തന്നെ നമുക്ക് ആ വീടിനോട് കുറച്ച് സ്നേഹം തോന്നും, ആ വീട് കെയർ ചെയ്യാൻ തോന്നും. പലപ്പോഴും നമ്മുടെ വീടിനോട് നമുക്ക് ഇഷ്ടം കുറയുമ്പോഴാണ് ആ വീടിന് മെയിൻ്റനൻസോ കാര്യങ്ങളോ കെയർ ചെയ്യാനോ ഒന്നും നമുക്ക് തോന്നാതിരിക്കുക. അപ്പോൾ നമ്മൾ എത്രത്തോളം ഒരു വീടിനെ സ്നേഹിക്കുന്നു, എത്ര പഴയ വീടായാലും, ഞാൻ ചില വീടുകളൊക്കെ കണ്ടിട്ട് പഴയ വീടായിരിക്കും, പക്ഷെ ആ വീട് കെയർ ചെയ്യണം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ വീടിനെ അവർ എത്രത്തോളം കെയർ ചെയ്യുക, ആ സ്നേഹം ആ വീടിനോടുണ്ടെന്ന്. ആ വീട്ടിലെ അന്തരീക്ഷവും അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ ആ വീടിന് ഇഷ്ടപ്പെടാതെ ആവുന്ന ഓരോ മിനിറ്റ് തോറും ആ വീട് നശിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വീടുണ്ടല്ലോ എന്ന് ഓർത്ത് ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് വെച്ചാൽ, പഴയ വീടുകളുടെ ഒരു പ്രോബ്ലം എന്ന് പറയാം, നമുക്കും നമ്മുടെ വീടിനൊക്കെ ഉള്ള പ്രോബ്ലം തന്നെയാണത് കേട്ടോ. നമ്മൾ എത്ര തന്നെ ഒതുക്കി വെച്ചാലും നീറ്റിയാക്കി വെച്ചാലും വീട് പഴകും തോറും വീടിൻ്റെ ഭംഗി സ്വാഭാവികമായിട്ടും കുറച്ച് കുറയും. പിന്നെ വീട്ടിലെ ഐറ്റംസൊക്കെ കൂടും. അപ്പോൾ എന്തായാലും ആ ഭംഗി പഴയ വീടുകൾ പ്രത്യേകിച്ച് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങളുടെ വീട് പോലത്തെ അല്ലാത്ത അതിലും പഴക്കമുള്ള വീടുകളൊക്കെ ആകുമ്പോൾ എത്ര തന്നെ വൃത്തിയാക്കിയാലും ആ ഭംഗി ചിലപ്പോൾ അത്ര ഫീൽ ചെയ്യില്ല. വൃത്തിയായിരിക്കാം പക്ഷേ ഭംഗി ഫീൽ ചെയ്യില്ല. അപ്പോൾ നമ്മളതിൽ ഓർത്ത് വിഷമിക്കേണ്ട. കാരണം പഴക്കം ചെല്ലുമ്പോൾ ഏതൊരു വസ്തുവിൻ്റെയും ഭംഗി കുറയും. അത് മനുഷ്യനായാൽ പോലും നമ്മൾ ഇപ്പോൾ ഇരുന്ന പോലെ നമ്മൾ ഭാവിയിൽ ഇരിക്കാൻ പോകുന്നില്ല. അപ്പോൾ വീടായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളതിൽ പരമാവധി അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അതിന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്രോബ്ലം വീടിന് എന്തെങ്കിലും ചെറിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്യുക. വെച്ച് നാളുകളോളം വെച്ച് കഴിയുമ്പോൾ പിന്നെ അത് വല്ലാതെ പ്രോബ്ലമായി കഴിയുമ്പോൾ മാറ്റാൻ പോകുമ്പോഴേക്കും ഒന്നാമത് ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും, രണ്ടാമത്തെ കാര്യം ചിലപ്പോൾ അത് മാറ്റാനേ പറ്റില്ല. പ്രത്യേകിച്ച് പഴയ വീടുകളുടെ മെയിൻ്റനൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇപ്പോൾ വിള്ളലുകൾ വരിക, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിലുള്ള വർക്കുകളിലുള്ള വരുന്ന പ്രോബ്ലങ്ങൾ, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളായാലും നമ്മളത് വേഗം തുടക്കത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പഴയ വീടുകളൊക്കെ നോക്കുമ്പോൾ എവിടെ തിരിഞ്ഞാലും നമുക്ക് കുഴപ്പങ്ങളാണ് തോന്നുള്ളൂ. അതായത് ഇതെന്ത് ഇങ്ങനെ ആയിപ്പോയി, ഇത് ഇങ്ങനെ ആക്കാമായിരുന്നു, അങ്ങനെ ആക്കാമായിരുന്നു എന്നൊക്കെ കേട്ടോ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള വലിയൊരു കാര്യം എന്ന് വെച്ചാൽ പഴയ വീടുകളുടെയൊക്കെ ഒരു പണിതതിൻ്റെ ക്വാളിറ്റി അതിൽ ഭയങ്കര ഒരു മാറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ പണ്ട് നമുക്ക് മേടിക്കുന്ന ഐറ്റംസിലായാൽ പോലും അതിൻ്റെ ക്വാളിറ്റിയിൽ ഭയങ്കര മാറ്റങ്ങളുണ്ട്. കുറേ നാൾ ലാസ്റ്റ് ചെയ്യും പണ്ടത്തെ ഐറ്റംസ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അധികം ലോങ് ലാസ്റ്റിംഗ് അല്ല, പെട്ടെന്ന് ഡാമേജ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ വീടാണെന്ന് പറഞ്ഞാലും അത് ഇത്രയും വർഷം നിലനിന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് ഇത്രയും ക്വാളിറ്റിയോട് കൂടി. അപ്പോൾ അത് അത്രയും നല്ല ഐറ്റംസ് അന്നത്തെ കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ആ വീട് ഇത്രയും വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നത്. എന്നാൽ പുതിയ രീതിയിലുള്ള പണികളെല്ലാം ഒരു എന്ത് കാര്യങ്ങൾ മേടിക്കുമ്പോഴായാലും ഒരു യൂസ് ആൻഡ് ത്രോ സ്റ്റൈലിലാണ്. അതായത് മേടിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് കളയേണ്ട പോലെ ആയിട്ടുണ്ടാകും. കാരണം അത്രയും വേഗം അത് കേടായി പോകുന്നുണ്ട്. അതെല്ലാ ഐറ്റംസും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ വീടായാൽ പോലും അതിൻ്റെ ഒരു ക്വാളിറ്റി ആ വീടിനുണ്ട്. അപ്പോൾ അത് നമുക്ക് പല മേഖലയിൽ നോക്കുമ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അഞ്ചാമത്തെ ഒരു ടിപ്പ് എന്ന് വെച്ചാൽ ഒരു വീട് നമ്മളിനി പുതിയതായാലും പഴയതായാലും ആ വീട് പ്രോപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക അത് ഒരുവിധം നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ്. ഓരോ ഐറ്റംസ് എടുത്ത് കൊടുത്ത് വെക്കാനുള്ളൊരു സംവിധാനം, ഒരു ഓർഗനൈസിങ് സിസ്റ്റം നമ്മുടെ വീടിനുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാവരും കൂടി സഹകരിച്ചാലാണ് നന്നായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഞാനാണ് എൻ്റെ വീട്ടിൽ പറ്റാവുന്നതും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തിരിച്ചെടുത്തെടുത്ത്, അതായത് ഒരാൾക്ക് ആർക്കെങ്കിലും ഉണ്ടാവുമല്ലോ ഒരു ഇമ്പോർട്ടൻറ്റ് അങ്ങനത്തെ ഒരു ജോലി. അപ്പോൾ ഞാനാണ് അത് കൂടുതലും എൻ്റെ വീട്ടിൽ ചെയ്യുന്നത്. കാരണം എനിക്ക് വീട് ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് എന്ത് ഐറ്റംസും കണ്ടുപിടിക്കാൻ ഈസിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുന്നത് വീടിൻ്റെ എന്ന് പറയില്ലേ, നമ്മളൊരു ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വീടിൻ്റെ ഭംഗി കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാലും കാലങ്ങൾ കഴിയും തോറും നമ്മുടെ വീട് ഓർഗനൈസ്ഡ് ആയിട്ട് സെറ്റായിട്ട് ഇരുന്നാലാണ് നമുക്ക് ആ വീട്ടിൽ സ്വസ്ഥതയായിട്ട് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പരമാവധി വീട്ടിൽ ഓർഗനൈസ്ഡ് ആയിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. അത് പഴയതായാലും പുതിയതായാലും പറ്റുന്ന പോലെ നമുക്കുള്ള സാഹചര്യം വെച്ച് എങ്ങനെയാണ് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ ആദ്യം വീട്ടിൽ വന്ന സമയത്ത് ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നതായിരുന്നു. പക്ഷേ ചെയ്ത് വന്നപ്പോൾ നമ്മൾക്കത് വെച്ച് ചെയ്യാനുള്ള സ്റ്റൈൽ നമ്മുടെ വീടിന് പറ്റുന്നത് നമ്മൾ പഠിച്ചെടുത്തു. ആറാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വീട് പുതുക്കി പണിയാതെ തന്നെ വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തുകയാണെങ്കിൽ ഒരു റൂമിന് കുറച്ചും കൂടി ഫ്രഷ്നെസ് ഒക്കെ കിട്ടും. ഇടയ്ക്കൊക്കെ ഒന്ന് ഫേർണിച്ചേഴ്സ് മാറ്റാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് പൊസിഷൻസ് മാറ്റിയിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ബെഡ്ഷീറ്റും കേർട്ടൻസും അല്ലെങ്കിൽ അതിനുള്ള ഫേർണിഷിംഗ് ഒക്കെ മേടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കേർട്ടൻസൊക്കെ പരമാവധി പ്ലെയിൻ കേർട്ടൻസ് യൂസ് ചെയ്യാവും നല്ലത്. അതാകുമ്പോൾ എത്ര നാൾ കഴിഞ്ഞാലും അതിൻ്റെ ഫാഷൻ പോവില്ല. കുറേ ഡിസൈൻസും പ്രിൻ്റുള്ള കേർട്ടൻ എടുക്കുമ്പോൾ ചെറിയ റൂമുകളൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര ഉള്ള വലിപ്പം പോലും തോന്നിക്കില്ല. അതുപോലെ ബെഡ്ഷീറ്റ് എടുക്കാനും സിമ്പിൾ ഡിസൈൻസ് ഉള്ള ബെഡ്ഷീറ്റ്സ് എടുക്കുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഐറ്റംസ് നോക്കിയിട്ട് ഭാവിയിൽ മേടിക്കുന്ന സമയത്ത് കേർട്ടൻസ് ആയാലും ബെഡ്ഷീറ്റ്സ് ആയാലും ഒക്കെ നമ്മൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ റൂമിന് കുറച്ചും കൂടി. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറിയ ചെറിയ ഡെക്കറേഷൻ പീസുകൾ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് യെല്ലോ ലൈറ്റ്സ് ഉണ്ട്, വാം ലൈറ്റ്സ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വീടിന് കുറച്ചും കൂടി ഒരു പുതുമയൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വീട്ടിൽ വരുത്തുകയാണെങ്കിലും നമ്മുടെ വീടിന് നല്ലൊരു ചേഞ്ച് തോന്നും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും നമുക്ക് വീടിനെ ഭംഗി വരുത്തിക്കാം. ഏഴാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വീടിൻ്റെ ക്ലീനിങ്. അപ്പോൾ വീടിൻ്റെ ക്ലീനിങ് ആദ്യമൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് വീട് എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് സെറ്റായിട്ട് വെക്കണം എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ടിപ്പ്. പക്ഷേ ഇപ്പോൾ കാലങ്ങൾ കഴിയുന്നതോറും എൻ്റെ ഒരു ടിപ്പ് എന്ന് വെച്ചാൽ അവരവരുടെ റൂമുകൾ, അതായത് ഇപ്പോൾ മക്കളുടെ റൂം അവർ യൂസ് ചെയ്യണമെങ്കിൽ അത് അവർ ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്തമാണ്. പലപ്പോഴും നമ്മളത് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭാവിയിൽ അവരത് ചെയ്യൂല, നമ്മളത് ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. പലപ്പോഴും ക്ലീനിങ് എന്ന് പറയുന്നത് അത് ഇഷ്ടപ്പെടുന്നവരുടെ മാത്രം ഒരു ആവശ്യമായിട്ട് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് പകരമായിട്ട് റൂമുകൾ അവരവർ യൂസ് ചെയ്യുന്നത് അവരവർ എന്താ വെച്ചാൽ ചെയ്യുക. ഞാൻ എപ്പോഴും ചെയ്യുക ഒരു ബേസിക് ക്ലീനിങ്, അതായത് അടിച്ച് വാരിയിടുക, ഹോളുകളും ഇതൊക്കെ തുടയ്ക്കുക, കിച്ചണിൻ്റെ അത് നമ്മൾ കുക്കിംഗ് ചെയ്യണം അവിടെ എൻ്റെ റൂം, അതാണ് ബേസിക്. ബാക്കി അവരവരുടെ റൂമുകൾ ആരൊക്കെയോ യൂസ് ചെയ്യുക അവരത് ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കും. കാരണം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്നത് അതൊരു വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ സഹായിക്കാം, പക്ഷെ മുഴുവനായിട്ടും ചെയ്തു കൊടുക്കരുത്. അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ് എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടി ഒരു ഡ്യൂട്ടി ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും കൂടി തന്നെ സഹകരിച്ച് ചെയ്യുക. ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളത് അധികമായിട്ട് മൈൻഡ് ചെയ്യാൻ പോകണ്ട. കാരണം ഓവർ പെർഫെക്ഷൻ ആവാൻ പോകുമ്പോഴില്ലേ നമുക്ക് അവസാനം പണി കിട്ടും. ഇനി എട്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. നമ്മൾ പുതിയ പുതിയ ട്രെൻഡിങ് ഡിസൈൻസും വീഡിയോസും ഒക്കെ നമ്മളിങ്ങനെ വീടുകളുടെ ഇങ്ങനെ ഒരുപാട് കാണുമ്പോൾ നമുക്ക് നമ്മുടെ വീട് ചിലപ്പോൾ അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ നമുക്കിങ്ങനെ ആഗ്രഹം തോന്നും പുതിയ വീടുണ്ടായിരുന്നെങ്കിൽ, പുതിയ രീതിയിൽ മേക്ക് ഓവർ ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ പുതിയ രീതിയിൽ റിനോവേഷൻ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ എനിക്ക് ഇല്ലല്ലോ. അങ്ങനെ കുറേ നെഗറ്റീവ് ചിന്ത വരും. നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ വീഡിയോസ് കണ്ടുവരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ വരും. അത് അങ്ങനെയാണത്. ഇനി നമ്മൾ വില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ അതിങ്ങനെ കെടുക്കും. അപ്പം നമ്മുടെ വീടിനോട് നമുക്ക് ഒട്ടും സ്നേഹം തോന്നില്ല, ഒരു ഇഷ്ടവും തോന്നില്ല. വീട്ടിൽ
എന്ത് ചെയ്താലും എവിടെ ചെയ്താലും കുറ്റമായിട്ട് നമുക്ക് തോന്നുള്ളൂ. അങ്ങനെ നമുക്ക് അമിതമായിട്ട് അങ്ങനെ കാണുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് അധികം കാണാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ നമുക്കത് അത് കണ്ടുകൊണ്ട് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ നമുക്ക് ഏത് ടോപ്പിക്കിനെ ഏത് വിഷയമാണ് നമുക്ക് കൂടുതൽ നെഗറ്റീവ് അല്ലെങ്കിൽ വിഷമം തോന്നുന്നത് അത് പരമാവധി കാണാതിരുന്നാൽ കുറേ കഴിയുമ്പോൾ നമ്മുടെ ആ ഫീലിംഗ് മാറും. അപ്പോൾ അത് പരമാവധി അങ്ങനത്തെ കാണുന്നത് കുറയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിനെ കാണാനും സ്നേഹിക്കാനും നോക്കുക. അപ്പോൾ തന്നെ പകുതി സമാധാനം. അപ്പോൾ കാരണം ഓരോരുത്തരുടെ വീടും സാഹചര്യം അവർ വീട് പണിതിരിക്കുന്നതും ഒക്കെ ചിലപ്പോൾ അവർക്ക് വീടുണ്ടായിരുന്നുണ്ടാവില്ല, ഇപ്പോൾ പണിത വീടായിരിക്കും. നമുക്ക് ഒരു വീടുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. എന്നിട്ട് നമ്മൾ പിന്നെ മറ്റുള്ളവരെ കണ്ടിട്ട് അതുപോലെ വേണം അമിതമായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നമുക്കൊരു നെഗറ്റീവ് വൈബാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറ്റുന്ന സമയത്ത് ഇതിൽ കാണുന്ന ഐഡിയാസ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ അത് പരമാവധി കാണാതിരിക്കുക. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വീട് വെക്കുമ്പോൾ നമുക്കൊരു വീട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് വാടകയ്ക്ക് വീട്ടിൽ നിൽക്കുന്നവർ അവർക്ക് എന്തായാലും ഒരു വീട് അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് എന്തായാലും വീട് വയ്ക്കണം. അതോടൊപ്പം തന്നെ വീടിന് ഭയങ്കരമായിട്ട് പഴക്കം വന്നു, വീട് ഭയങ്കരമായിട്ട് മോശമായി, തീരെ നിൽക്കാൻ പറ്റാത്ത അത്രയും പഴയ വീടായി കഴിയുമ്പോഴും നമുക്ക് വീട് വെക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അല്ലാതെ നമ്മുടെ വീടിന് വലിയ കുഴപ്പമൊന്നുമില്ല, പഴയ മോഡലാണ്, അതുകൊണ്ട് അതൊന്ന് പുതിയതാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട്, അതായത് നമുക്ക് പൈസ ഉണ്ടെങ്കിലും ഓക്കെ, ഇല്ല സാമ്പത്തികമായിട്ട് നമ്മളൊരു ആവറേജിലാണ് നിൽക്കണേ, എന്നിട്ട് പിന്നെ ലോണും കാര്യങ്ങളും എടുത്തിട്ട് ഒരു വീട് നമ്മൾ പറ്റാത്ത പോലത്തെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വസ്ഥതക്കേടാണ് ഉണ്ടാവുക. ആ വീട്ടിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ പലരും കാണുന്നുണ്ട് കേട്ടോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെറിയ വീടുകൾ, അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന വീടുകൾ വെക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം. കാരണം ഒരു വീട് നമ്മൾ പണിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊന്നെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്ക് ഫ്യൂച്ചറിലായാലും ഉണ്ടാവണം. എന്നാൽ മാത്രം അങ്ങനത്തെ ഒരു വീട് നമ്മൾ വെക്കാൻ പാടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ആ വീട് എങ്ങനെയാണോ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അല്ലാത്തൊരു വീട് വെക്കുമ്പോൾ നമുക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിലുള്ളൊരു വീട് വെക്കുക. അമിതമായി ലോണുകൾ എടുത്ത് പുതിയ ഡിസൈൻസും ട്രെൻഡിങ്ങും കാര്യങ്ങളെല്ലാം നോക്കി നമ്മൾ കുറേ കാര്യം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഭാവിയിലേക്ക് നമുക്ക് പല ചിലവുകളും വരും. അപ്പോൾ നമുക്കത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആലോചിച്ചുകൊണ്ട് ഒരു വീട് വയ്ക്കുക. ഇതിൽ കാണുന്ന പറയില്ലേ, മിന്നുന്നതെല്ലാം പൊന്നല്ല. അപ്പോൾ അതുകൊണ്ട് കാണുന്നത് ഭംഗി ഓർത്തിട്ട് നമ്മൾ കുറേ കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഭാവിയിൽ അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ പറയില്ലേ ക്ലീൻ ചെയ്ത് വെക്കണതും എല്ലാം നമ്മൾ ഓർത്തിട്ട് വേണം ഒരു വീട് വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നല്ല പോലെ ആലോചിച്ചിട്ട് വേണം നമ്മൾ വീട് ഉണ്ടാക്കുമ്പോഴും പൈസ ചിലവാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇല്ല നിങ്ങളുടെ വീട് വലിയ കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ സ്വസ്ഥമായിട്ട് താമസിക്കുക. പിന്നെ നമുക്ക് വേറെ നല്ല കാര്യങ്ങൾക്ക് ആ പണം യൂസ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചിലവാക്കണ്ട. ഏറ്റവും ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീട് പഴയതോ പുതിയതോ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ വീടിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയെടുക്കുക. സമാധാനമായിട്ട് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ വീട് നമ്മൾ പണിയുന്നത് എന്തിനാണ്? നമുക്ക് താമസിക്കാൻ. നമ്മൾ ഭൂരിഭാഗം സമയവും ഇപ്പോൾ ജോലിക്ക് പോയിക്കെ വന്നു, സ്കൂളിൽ പോയി വന്നു കുട്ടികൾ അല്ലെങ്കിൽ വീട്ടമ്മയായാലും സ്പെൻഡ് ചെയ്യുന്നത് വീട്ടിലാണ്. വീട്ടിൽ വരുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റണം, ഉറങ്ങാൻ പറ്റണം. അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മുടെ വീട്ടിൽ ഫാമിലിയിൽ സമാധാനം ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു വീട് ഡെക്കറേറ്റ് ചെയ്ത് ഉണ്ടാക്കി വെക്കുന്നതൊക്കെ ഭംഗിയാണ്, നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന കാര്യമൊക്കെ ആണെങ്കിൽ പോലും അതിൽ താമസിക്കുമ്പോൾ സ്വസ്ഥത ഉണ്ടാവണം. അവിടെ വരുന്നവർക്ക് ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യണം. എന്നാലാണ് അതൊരു വീടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം നമ്മൾ നോക്കുക. അപ്പോൾ അത് ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ ഏത് വീട്ടിൽ നിന്നാലും ആ വീട് എപ്പോഴും ഒരു സ്വർഗ്ഗമായിരിക്കും. പഴയ വീടായിക്കോട്ടെ പുതിയ വീടായിക്കോട്ടെ, വീട്ടിലുള്ളവരുടെ വൈബ് പോലെ ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമുക്കറിയാം, നല്ല വൈബുണ്ട്, നല്ല പോസിറ്റീവ് ഫീലുണ്ട് നമുക്ക് തോന്നും. അതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ ഒരു 90% കാര്യം സെറ്റായി. പിന്നെ ബാക്കിയുള്ളതാണ് വീടിൻ്റെ ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഈ 10 പോയിൻറ്റ്സും ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത് വർക്കൗട്ട് ആയിട്ടുള്ളതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ചാനലിലെ മെയിൻ ടോപ്പിക് ഒരു വീടിൻ്റെ ക്ലീനിങ്, മെയിൻ്റനൻസ്, ഓർഗനൈസിങ് പ്ലസ് ആ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ലൈഫ് സ്റ്റൈൽ ടിപ്സുമാണ് നമ്മൾ ഷെയർ ചെയ്യണത്. അപ്പോൾ നമ്മൾ ആ വീടിനെ, ഞങ്ങളുടെ ഈ ഒരു വീടിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ആ വീട് തിരിച്ചു തന്നതാണ്. എനിക്ക് അതിൽ നിന്നും പഠിച്ച പാഠങ്ങളാണ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് എങ്ങനെയിരുന്നോട്ടെ, നമ്മളത് കെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ വീട് അതിനുള്ളൊരു എന്താ പറയുക, ഇതനുസരിച്ചുള്ളൊരു നമുക്ക് തരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ വീടിനെ സ്നേഹിക്കുക, കെയർ ചെയ്യുക. ഇനി പുതിയ വീട് വെക്കുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.